السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله خالق اللوح والكلم، والصلاة والسلام على من أرسل إلى كافة الأمم، وعلى آله وصحبه أهل الجود والكرم. أما بعد، إذا جادت الدنيا عليك فجد بها على الناس طرا إنها تتقلب. ഏറെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി മിത്രങ്ങളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാഥൻ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ആഴമേറിയ അറിവും കറകളഞ്ഞ നേതൃത്വവുമാണ് ഏതൊരു സമൂഹത്തിനെയും പുരോഗതിയിലേക്ക് നയിക്കുന്നത്. സവർണ അവർണ പിന്നാക്ക ന്യൂനപക്ഷ സമൂഹങ്ങൾ വിവിധ സാമൂഹിക പ്രാതിനിധ്യത്തിലേക്കും അധികാര പങ്കാളിത്തത്തിലേക്കും മുന്നേറിയത് ആ സമൂഹങ്ങളിലെ ജ്ഞാനികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ആ പ്രവർത്തനങ്ങളിലെല്ലാം ഉലമാക്കളോട് ചേർന്ന് നിന്ന ഒരു വിഭാഗത്തിന്റെ പേരാണ് ഉമറാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉമറാക്കൾ ഉമ്മത്തിന്റെ അത്താണികൾ എന്ന എന്റെ വിഷയത്തിന് പ്രസക്തിയേറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കുകയാണ്, ഇദാ കാന ഉമറാഉകും ഖിയാറകും വഅഗ്നിയാഉകും സുമഹാഉകും വകാന ഉമൂറുകും ശൂറാ ബൈനകും ഫളഹുറുൽ അർളി ഖൈറുൽ ലകും മിൻ ബത്നിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഉമറാക്കൾ ഉത്തമരായാൽ, നിങ്ങളുടെ ഉമറാക്കൾ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായാൽ, നിങ്ങളിലെ സമ്പന്നർ ഉദാരമതികളായാൽ, നിങ്ങളുടെ കാര്യങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്യുകയായാൽ, നിങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യുകയായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫളഹുറുൽ അർളി ഖൈറുൽ ലകും മിൻ ബത്നിഹാ. ആ ഭൂമി നിങ്ങൾക്ക് വിശാലമായിരിക്കുന്നു, ആ ഭൂമി നിങ്ങൾക്കതാ വിശാലമായിരിക്കുകയാണ്, ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കൽ നിങ്ങൾക്ക് ഖൈറായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യക്തമാക്കുകയാണ്. ആ ഉമറാക്കളെ നമ്മെ പരിശോധിച്ചാൽ നാം ഇന്ന് ഈ കാണുന്ന ആത്മീയ ആഡംബരം ഇന്നലകളുടെ ഉമറാക്കൾ നമുക്ക് നേടിത്തന്നതാണ്. ആ ഉമറാക്കൾ ഈ ദീനിന് ചെയ്ത സേവനങ്ങളാണിതെല്ലാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവ് നിലകൊള്ളുന്നത് 4 കാര്യങ്ങളിലാണ്. ഒന്ന് ഇൽമുൽ ആലിമീ, ഒന്നാമതായി പറയുന്നു ആലിമിന്റെ ഇൽമാണ്, ജ്ഞാനിയുടെ വിദ്യയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പറയുകയാണ്, വജൂദുൽ ഗനിയ്യ്, ഒരു സമ്പന്നന്റെ ഉദാരതയാണ്. മൂന്നാമതായി നബി എണ്ണുകയാണ് വഅദലുൽ ഉമറാ, ഉമറാക്കളുടെ നീതി നിർവഹണമാണ്. നാലാമതായി നബി എണ്ണിയത് എന്താണെന്നറിയുമോ? വദുആഉൽ ഫുഖറാ, ഫുഖറാക്കളുടെ ദുആയാണ്. ഇവ 4 കാര്യങ്ങളുമാണ് ഈ ദുനിയാവിനെയും ഉമ്മത്തിനെയും പിടിച്ചു നിർത്തുന്നത്. ഇതിലൂടെ നമുക്ക് ഈ ഉമ്മത്തിന്റെ പ്രധാനം എന്താണെന്ന് മനസ്സിലാക്കാം. ആ ഉമറാക്കൾ ഇവിടെ വഹിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഉദാരതയുടെ മാതൃകകളായിരുന്നു. നാം ഇന്നീ കാണുന്ന പള്ളികളും മദ്രസകളുമെല്ലാം ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഉമറാക്കളുടെ സംഭാവനകളായിരുന്നു. ഇദാ ജാദത്തിദ് ദുനിയാ അലൈക ഫജ്ദ് ബിഹാ അലന്നാസി തുറൻ ഇന്നഹാ തതഖല്ലബൂ. നിങ്ങൾക്ക് ദുനിയാവ് ഉദാരതയുടെ പേമാരി വർഷിച്ചാൽ അതുകൊണ്ടും നിങ്ങൾ ദാനം ചെയ്യണേ എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിനെ അവർ അനുസരിച്ചവരായിരുന്നു.
കേദാരഭൂവിൽ വിതച്ചോരു വിത്തുപോൽ വാഴ്ക്കും തഴച്ചിടും സംശയം വേണ്ടടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമറാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി പറയുകയാണ്. മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ. ആ ഉമറാക്കളുടെ ജീവിതം പിൻപറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവകളെ മാതൃകകളാക്കി നമുക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.